അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുലാസത്തുൽ ഫിഖ്ഹ് ക്ലാസ് 169. നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ ഇനി നോമ്പ് മുറിക്കൽ നിർബന്ധമാകുന്ന സാഹചര്യങ്ങളുണ്ട്, നോമ്പ് മുറിക്കൽ അനുവദനീയമായ ജായിസായ കാര്യങ്ങളുണ്ട്. ഇത് മൂന്നും സംബന്ധിച്ച് ഒരു ചെറു വിവരണമാണ്, എല്ലാവരും മനസ്സിലാക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലൗ വളഅ ഫീഹി ശൈഅൻ ലിഗറളിൻ ഫസബഖ ജൗഫഹു അഫ്തറ അവിബ്തലഅഹു നാസിയൻ ഫല വയഅ്തമിദു ഫിൽ ഫജ്രി. വലൗ വളഅ, ഒരാൾ വെച്ചു, ഫീഹി അവൻ്റെ വായിൽ, ശൈഅൻ വല്ല വസ്തുവിനെയും. അപ്പോൾ വായിൽ എന്ത് ചെയ്തു? വല്ല വസ്തുവും വെച്ചു. അത് ലിഗറളിൻ ഒരു ആവശ്യത്തിന് വേണ്ടി വെച്ചതാണ്. പല്ലുവേദനയൊക്കെ ഉണ്ടായിട്ടോ അങ്ങനെ വെച്ചതാ. അല്ലെങ്കിൽ കുട്ടിക്ക് ഭക്ഷണം ചവച്ച് കൊടുക്കുമല്ലോ ചെറിയ മക്കൾക്ക്, അപ്പോൾ അതിനൊക്കെ വേണ്ടി ഭക്ഷണമോ മറ്റൊക്കെ എന്ത് ചെയ്തു? വായിലിങ്ങനെ വെച്ചു. അങ്ങനെ വെച്ചിരിക്കുമ്പോഴാണ് ഫസബഖ ജൗഫഹു, അത് ഉള്ളിലേക്ക് അങ്ങ് മുൻകടന്നു പോയി. നമ്മൾ ശ്രദ്ധിക്കാതെ എന്ത് ചെയ്തു? ഉള്ളിലേക്ക് അങ്ങോട്ട് മുൻകടന്നങ്ങോട്ട് പോയി. സുബ്ഹാനല്ലാഹ്. ഒന്ന് തുമ്പിയപ്പോഴോ അല്ലെങ്കിൽ ഒന്ന് ചുമച്ചപ്പോഴൊക്കെ അങ്ങനെ ഉള്ളിലേക്ക് പോയാൽ അഫ്തറ, അതുകൊണ്ട് അവൻ്റെ നോമ്പ് മുറിഞ്ഞു പോകും. നോമ്പെന്തായി? മുറിഞ്ഞു പോകും. അല്ലെങ്കിൽ അവിബ്തലഅഹു, സംഭവം വായിൽ അങ്ങനെ അവൻ വെച്ചെങ്കിലും ഇബ്തലഅഹു, അതിനെ അവൻ അങ്ങോട്ട് വിഴുങ്ങി. നാസിയൻ, മറന്നുകൊണ്ടാണ് വിഴുങ്ങിയത്. ഭക്ഷണമുള്ള വിവരമൊന്നും അവൻ്റെ മനസ്സിലില്ല. അങ്ങനെ വിഴുങ്ങി കഴിഞ്ഞ ശേഷമാണ് അല്ലാ ഇറങ്ങിപ്പോയല്ലോ. അപ്പം മറന്നുകൊണ്ടാണ് വിഴുങ്ങിയതെങ്കിൽ ഫല, അതുകൊണ്ട് അവൻ്റെ നോമ്പ് മുറിയുന്നതും അല്ല. ആദ്യം പറഞ്ഞ രൂപത്തിൽ അവൻ്റെ വായിലുണ്ട്, അവൻ അറിഞ്ഞുകൊണ്ടാണ് എന്ത് ചെയ്തത്? അത് മുൻകടന്നു പോയത്. മനഃപൂർവ്വമായതുകൊണ്ട് നോമ്പ് മുറിഞ്ഞു. രണ്ടാമത്തേത് മറന്നുകൊണ്ടായതുകൊണ്ട് നോമ്പ് മുറിയുന്നതല്ല. ഇനി വയഅ്തമിദു, ഇവിടെ എഴുത്തിമാത് ചെയ്യുന്നത്, പരിഗണിക്കുന്നത് ഫിൽ ഫജിരി, ഫജ്ർ ആകുക എന്ന് പറഞ്ഞല്ലോ. അത്താഴത്ത് ഫജ്ർ വരെയാണല്ലോ. അപ്പോൾ ഫജ്ർ ആകുക എന്നതുകൊണ്ട് ഇവിടെ പരിഗണിക്കുന്നത് വൽ ഗുറൂബി, ഇനി സൂര്യൻ അസ്തമിക്കുക എന്നതുകൊണ്ട് എന്ത് ചെയ്തു? ഇത് രണ്ടുകൊണ്ടും പരിഗണിക്കുന്നത് അലാ യഖീനിഹി, അത് അവൻ്റെ ഉറപ്പാണ്. അവൻ്റെ ഉറപ്പ് അനുസരിച്ചാണ്. അല്ലെങ്കിൽ ലന്നിഹി, അവൻ്റെ ലന്ന്, അവൻ്റെ ധാരണ അനുസരിച്ച് സമയം ഗുറൂബായിട്ടുണ്ട് അല്ലെങ്കിൽ ഫജ്ർ ആയിട്ടുണ്ട്. ഇതാണ് അവിടെ അവൻ അവലംബിക്കേണ്ടത്. ലാക്കിൻ പക്ഷേ ലൗ അകല ഹസബ ലന്നിഹി അവ്വലൻ ഔ ആഖിറൻ ഫതബയ്യന അന്നഹു അകല നഹാറൻ അഫ്തറ. പക്ഷേ ഒരു കാര്യമുണ്ട്. എന്താണ്? ലൗ അക്കല, ഒരാൾ ഭക്ഷിച്ചു, ഹസബ ലന്നിഹി, അവൻ്റെ ലന്നനുസരിച്ച്, അവൻ്റെ ധാരണ അനുസരിച്ച്, അവലൻ ആദ്യത്തിലോ അല്ലെങ്കിൽ ഔ ആഖിറൻ അല്ലെങ്കിൽ അവസാനത്തിലോ. ആദ്യത്തിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ നോമ്പ് തുറക്കുന്ന ആ സമയം. ആഖിർ എന്ന് പറയുമ്പോൾ നമ്മളെ ഇടയത്താഴത്തിൻ്റെ സമയം. അങ്ങനെ തബയ്യന, പടച്ചോനെ, അങ്ങനെ അവന് വ്യക്തമായി അന്നഹു അക്കല നഹാറൻ, ഇവൻ കഴിച്ചത് പകലിൽ തന്നെയാണെന്ന് എന്ത് ചെയ്തു? അങ്ങോട്ട് ഉറപ്പായി. പിന്നെ അങ്ങനെ ഉറപ്പായാൽ അഫ്തറ, ആ കഴിക്കൽ കൊണ്ട് ഇവൻ്റെ നോമ്പ് മുറിഞ്ഞു, നോമ്പ് മുറിഞ്ഞുപോയി കേട്ടോ. ഇനി വയഹ്റുമുലി ശാക്കി, സംശയിക്കുന്ന ആൾക്ക് ഹറാമാണ് അൽ അഖ്ലു, ഭക്ഷിക്കൽ, ആഖിറൻ നഹാരി, പകലിൻ്റെ അവസാനത്തിൽ ഭക്ഷിക്കൽ. എന്താണ്? അത് ഹറാമാണ്. വയുക്റഹു, കറാഹത്താക്കപ്പെടും, ആഖിറൽ ലൈൽ, രാത്രിയുടെ അവസാനത്തിൽ. രാത്രിയുടെ അവസാനത്തിൽ അപ്പോൾ ആഖിറൻ നഹാർ എന്ന് പറഞ്ഞാൽ പകൽ നോമ്പ് തുറക്കുന്ന സമയം. ആഖിറൽ ലൈൽ എന്ന് പറഞ്ഞാൽ രാത്രിയുടെ അവസാനം എന്ന് പറയുമ്പോൾ അത്താഴത്തിൻ്റെ സമയമുണ്ടല്ലോ. ഈ സമയത്ത് അവന് പടച്ചോനെ സമയം ആയോ ഇല്ല എന്നുള്ള സംശയമാണെങ്കിൽ, നോമ്പ് തുറക്കുന്ന സന്ദർഭമാണെങ്കിൽ അത് അപ്പം ഉറപ്പാകാണ്ട് കഴിക്കൽ ഹറാമാണ്. ഇടയത്താഴത്തിൻ്റെ സമയമാണെങ്കിൽ, സമയം ആയിട്ടുണ്ടോ ഇല്ല എന്ന സംശയമാണെങ്കിൽ അവന് കറാഹത്തും ആക്കപ്പെടുന്നതാണ്. ഇതും ശ്രദ്ധിക്കുക. ഇനിയോ വുജൂബുൽ ഫിത്രി, നോമ്പ് മുറിക്കൽ നിർബന്ധമാകും സന്ദർഭം. വജവാസുഹു, നോമ്പ് മുറിക്കൽ അനുവദനീയമാകുന്നതിനെ സംബന്ധിച്ചും പറയുന്ന ബാബാണ്. യജിബുൽ ഫിത്റു, നോമ്പ് മുറിക്കൽ നിർബന്ധമാകും. നോമ്പ് മുറിക്കൽ നിർബന്ധ.
എപ്പോഴാണ് നോമ്പ് മുറിക്കൽ നിർബന്ധമാവുക? ലി ഖൗഫി ഹലാക്കിൻ, ഒരു നാശത്തെ ഭയപ്പെട്ടതിനു വേണ്ടി, അലാ നഫ്സിഹി, അവൻ്റെ ശരീരത്തിന്മേൽ. അവൻ നോമ്പ് പിടിച്ചാൽ അവൻ്റെ ശരീരത്തിന് എന്ത് ചെയ്യും? വലിയ ഒരു നാശം സംഭവിച്ചിരിക്കും. അങ്ങനെ ഒരു നാശം ഉണ്ടാകുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അവൻ നോമ്പ് മുറിക്കലെന്ന് നിർബന്ധമാണ്. അല്ലെങ്കിൽ മിൻഹു, അല്ലെങ്കിൽ ആ ശരീരത്തിൽ നിന്ന് ഒരു അവയവത്തിന് നാശം സംഭവിക്കുമെന്ന് അവൻ അറിയാമെങ്കിൽ അങ്ങനെ ഭയപ്പെട്ടാലും നോമ്പ് മുറിക്കൽ നിർബന്ധമാണ്. ഇന്ന് അവൻ നോമ്പാണ്ട് എടുത്തു കഴിഞ്ഞാൽ കണ്ണിൻ്റെ കാഴ്ചയുടെ നഷ്ടപ്പെടും പറഞ്ഞു. അങ്ങനെ ഒരു വലിയ പ്രയാസം ഉണ്ട് നോക്കുക. എന്നാൽ നോമ്പ് മുറിക്കൽ നിർബന്ധമാണ്. അല്ലെങ്കിൽ ഔ അലാ മൻഫഅതിഹി, അല്ലെങ്കിൽ ഒരു അവയവത്തിൻ്റെ ഉപകാരത്തിന്മേൽ അവൻ നാശമുണ്ടാകുന്നതിനെ ഭയപ്പെട്ടു. ഒരു അവയവത്തിൻ്റെ ഉപകാരം നഷ്ടപ്പെട്ടു പോകും. നോമ്പാണ്ട് എടുത്തു കഴിഞ്ഞാൽ അവൻ്റെ കൈ അങ്ങോട്ട് കുഴഞ്ഞു പോകും. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നോമ്പ് മുറിക്കൽ അവന് നിർബന്ധമാണ് കേട്ടോ. അപ്പം ഇത്തരം നാശം ഭയപ്പെട്ടതിന് വേണ്ടി നോമ്പ് മുറിക്കൽ നിർബന്ധമാണ്. എപ്പോൾ? മിൻ ശിദ്ദത്തിൽ മറദി, രോഗം ശക്തിയായതിനാൽ. എങ്ങനെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുക, നാശം ഉണ്ടാകുക? ഒന്ന്, രോഗം കഠിനമായിട്ട് നോമ്പെടുത്തു കഴിഞ്ഞാൽ ശക്തമായ രോഗം ഉണ്ടാകും, ആ കാരണത്താലാണ്. അല്ലെങ്കിൽ അതിൽ അല്ലെങ്കിൽ വലിയ ഉണ്ടാകുക, വിശപ്പുണ്ടാകുക. വലിയ വിശപ്പുണ്ടാകുമ്പോൾ അവന് ഈ പ്രശ്നം ഉണ്ടാകും. അവില്ലാത്തശി, അല്ലെങ്കിൽ വലിയ ദാഹം ഉണ്ടാകുക, ശിദ്ദത്ത് ലാത്തശ ഉണ്ടാകുക, ശക്തമായ ദാഹം. അതിനാൽ അവൻ എന്ത് ചെയ്യും? ഇങ്ങനെയൊക്കെ നാശമുണ്ടാകലിനെ ഭയപ്പെട്ടാൽ നോമ്പ് മുറിക്കൽ നിർബന്ധമാണ്. പിന്നെ എപ്പോഴും നോമ്പ് മുറിക്കൽ നിർബന്ധമാണ്. വലിൻഖാദി ഹയവാനിൻ മുഹ്തറമിൻ, ബഹുമാനിക്കപ്പെടേണ്ട മുഹ്തറമായ ഒരു ജീവിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയും എന്ത് ചെയ്യാ? അവൻ്റെ നോമ്പ് മുറിക്കൽ അവന് നിർബന്ധമാണ്. വലി ഖൗഫി ഹാമിലിൻ, ഒരു ഗർഭിണി ഭയപ്പെട്ടതിന് വേണ്ടിയും നോമ്പ് മുറിക്കാം. വമുർലിൻ, അല്ലെങ്കിൽ മുല കൊടുക്കുന്ന പെണ്ണ്, അല ഔലാദിഹിമ, അവരുടെ രണ്ടുപേരുടെയും കുട്ടികളുടെ മേലിൽ. ഗർഭിണിയാകുമ്പോൾ ഗർഭസ്ഥ ശിശു, മുല കുടിക്കുന്നതാകുമ്പോൾ കുട്ടി തന്നെ. അപ്പം ഈ മക്കളുടെ കാര്യത്തിൽ അവൾക്ക് ഭയപ്പാടുണ്ടെങ്കിൽ എന്ത് ചെയ്യാ? അവൾക്ക് നോമ്പ് മുറിക്കൽ നിർബന്ധമാണ്. പിന്നെ ഖളാ വീട്ടിയാൽ മതി കേട്ടോ. അടുത്തത് വയജൂസുൽ ഫിത്റു, ഇനി നോമ്പ് മുറിക്കൽ അനുവദനീയമാകും. അതാർക്കാണ്? ലി മറലിൻ മുദിറിൻ, ബുദ്ധിമുട്ടുള്ള ഒരു രോഗമുണ്ടായതിനു വേണ്ടി. ബുദ്ധിമുട്ടുള്ള ഒരു രോഗം, നാശപ്പെടുന്ന രോഗമല്ല, നാശത്തിലാകുന്ന, ശരീരത്തെ നശിപ്പിക്കുന്ന രോഗമല്ല. നശിപ്പിക്കുന്ന രോഗമാണെങ്കിൽ നോമ്പ് മുറിക്കൽ നിർബന്ധമാണ്. ഇതതുകൊണ്ട് നോമ്പെടുത്താൽ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകും. എന്നാലും നോമ്പ് മുറിക്കൽ അനുവദനീയമാണ്. വസഫരിൻ തൊവീലിൻ മുബാഹിൻ, ഹലാലായ ദീർഘയാത്രക്കാരനും എന്ത് ചെയ്യാം? നോമ്പ് മുറിക്കൽ അനുവദനീയമാണ്. എന്നിട്ട് ഖളാ വീട്ടിയാൽ മതി. വലി തഖ്ലീസിമാലിൻ, സമ്പത്ത് രക്ഷപ്പെടുത്താൻ വേണ്ടി നോമ്പ് മുറിക്കൽ ആവശ്യമായാൽ എന്ത് ചെയ്യാം? നോമ്പ് മുറിക്കാം. എന്നാൽ വസൗമുൽ മുസാഫിരി, യാത്രക്കാരൻ നോമ്പെടുക്കലാണ് അഹബ്ബു, ഏറ്റവും ഇഷ്ടമുള്ളത്. ഹൈസുലാ ദററ, അതുകൊണ്ട് ഒരു പ്രയാസമൊന്നും അവനുണ്ടാകില്ലെങ്കിൽ, നോമ്പെടുക്കുന്നത് കൊണ്ട് പ്രയാസമൊന്നും ഉണ്ടാകുന്നില്ലെങ്കിൽ അവന് നോമ്പെടുക്കലാണ് ഏറ്റവും അഹബ്ബായത്, നല്ലത്. എന്നാൽ ഫഇൻ ഖശിയ, ഇനി അവൻ ഭയപ്പെട്ടാലോ യാത്രക്കാരൻ, ലറനൻ, ഒരു ബുദ്ധിമുട്ടിനെ അവൻ ഭയപ്പെടുകയാണെങ്കിൽ, ഫൽ ഫിത്റു അഫ്ളലു, അവിടെ നോമ്പ് മുറിക്കലാണ് അഫ്ളലു, ഏറ്റവും ശ്രേഷ്ഠമായത്. ഇനി വൽ മരീദു, ഒരു രോഗി, ഇൻ ഷുഫിയ, അവൻ്റെ രോഗത്തെ എന്ത് ചെയ്തു? ഷിഫയാക്കപ്പെട്ടു. രോഗി ഖുബൈലൽ ഫജ്രി, ഫജ്റിൻ്റെ തൊട്ട് മുമ്പ്, സുബ്ഹിയുടെ തൊട്ട് മുമ്പ് എന്ത് ചെയ്തു? രോഗമുണ്ട്, ഷിഫയായി. അങ്ങനെ ഷിഫയായാൽ നവാ വുജൂബൻ, പിറ്റേ ദിവസത്തെ നോമ്പിനവൻ നിയ്യത്ത് ചെയ്യൽ നിർബന്ധമാണ്. അവൻ നിയ്യത്ത് ചെയ്യണം, വുജൂബൻ, നിർബന്ധമായിട്ടും നിയ്യത്ത് ചെയ്യുക. എന്നിട്ട് സുമ്മ ഇന്നാദൽ മറന്നു, വീണ്ടും രോഗം മടങ്ങി വന്നാൽ അഫ്തറ, അവനെന്ത് ചെയ്യുക? നോമ്പ് മുറിക്കാം. അവനെന്ത് ചെയ്യുക? നോമ്പ് മുറിക്കുക. ഇങ്ങനെയാണ് അവൻ ചെയ്യേണ്ടത്. വക്കദാ, ഇതുപോലെ തന്നെ നോമ്പ് മുറിക്കാം. അൽ ആമിലു, ആർക്ക്? ജോലിക്കാരൻ, ഒരു തൊഴിലെടുക്കുന്ന ആള്. ബി അഅ്മാലിൻ ഷാഖത്തിൻ, വലിയ ബുദ്ധിമുട്ടുള്ള അമൽ കൊണ്ട് അമൽ ചെയ്യുന്ന ആള്. അങ്ങനെ ആ ചങ്ങാതിയും നവാ, അവൻ എന്ത് ചെയ്യണം? നിയ്യത്ത് ചെയ്യണം നോമ്പിന്. വുജൂബൻ, നിർബന്ധമായ നിലക്കും നിയ്യത്ത് ചെയ്ത് നോമ്പിൽ പ്രവേശിക്കുക. പിന്നെ സുമ്മ ഇൻ അജ്ഹദഹു, പിന്നെ അവന് വലിയ പ്രയാസമായി, അസൗമു, നോമ്പെടുക്കൽ പ്രയാസമായി കഴിഞ്ഞാൽ, അഫ്തറ, അവനും എന്ത് ചെയ്യാം? നോമ്പ് മുറിക്കാം. അവനും ഖളാ വീട്ടിയാൽ മതി. ഇതാണ് ഇന്നത്തെ ബാബ് ഇൻഷാ അല്ലാഹ്.